മക്കളെ, ജെറുസലേം വചനകൂടാരത്തിൽ നിന്നും 3 മിനിറ്റ് പ്രാർത്ഥനയ്ക്കായി ഇതാ നമ്മൾ ഒരുങ്ങിക്കഴിഞ്ഞു. 2025 ഇതാ വിട പറയാൻ പോവുകയാണ്. 2026 പടിവാതിൽക്ക് നിൽക്കുകയാണ്. കഴിഞ്ഞ കൊല്ലത്തെ ദുഃഖങ്ങളും വേദനകളും നിന്റെ മനസ്സിലില്ലേ? പുതിയ വർഷത്തിൽ അവ കടന്നു വരികയില്ല. എങ്ങനെയാണ് പഴയത് മറന്ന് മുന്നിലുള്ളവയെ ലക്ഷ്യമാക്കി നീങ്ങുവാൻ സാധിക്കുക? വചനമാണ് അതിന് ശക്തി തരുന്നത്. വചനം നമ്മുടെ കൈവശമുണ്ട് എങ്കിൽ നിന്നെ തോൽപ്പിക്കുവാൻ ആർക്കും സാധ്യമല്ല. ഇതാ കർത്താവ് തരുന്ന വചനം കേൾക്കുക. 37 സങ്കീർത്തനം 4 വാക്യം. കർത്താവിൽ ആനന്ദിക്കുക, നിന്റെ ആഗ്രഹങ്ങൾ അവിടുന്ന് സാധിച്ചു തരും. എന്തുകൊണ്ടാണ് നമ്മുടെ ആഗ്രഹങ്ങൾ സാധിച്ചു തരാത്തത്? എന്തുകൊണ്ടാണ് നമ്മുടെ രോഗങ്ങൾ വിട്ടുപോകാത്തത്? എന്തുകൊണ്ടാണ് നിന്റെ ദുഃഖം വിട്ടുമാറാത്തത്? എന്തുകൊണ്ടാണ് നിന്റെ ജീവിതത്തിൽ പരാജയങ്ങൾ മാത്രം സംഭവിക്കുന്നത്? ഒരേ ഒരു കാരണമേ ഉള്ളൂ, കർത്താവിൽ ആനന്ദിക്കുക. എവിടെയാണ് ആനന്ദം തേടി നീ പോകുന്നത്? സുഖഭോഗങ്ങളിലാണോ? സമ്പത്തിലാണോ? ഭക്ഷണത്തിലാണോ? മറ്റേതെങ്കിലും സുഖകരമായ അവസരങ്ങളിലാണോ? കർത്താവ് പറയുകയാണ്, കർത്താവിൽ നീ ആനന്ദിക്കുക, നിന്റെ ഏത് ആഗ്രഹങ്ങളും അവിടുന്ന് സാധിപ്പിച്ചു തരും. കർത്താവിൽ ആനന്ദിക്കുന്നവർക്ക് മാത്രമേ അവൻ്റെ എല്ലാ പദ്ധതികളും ഫലമണിയുക. ദൈവം ചിലപ്പോഴെല്ലാം നമ്മുടെ പദ്ധതികൾ മുടക്കുന്നു എന്ന് നമുക്ക് തോന്നുമായിരിക്കാം. നമുക്ക് വേണ്ടി ചില പദ്ധതികൾ ഒരുക്കുന്നത് ദൈവത്തിൻ്റെ ഇഷ്ടം നിറവേറാനാണ്. എൻ്റെ പ്രിയപ്പെട്ടവരെ, വചനം ഒരിക്കലും നമ്മെ തകർത്ത് കളയുകയില്ല. വചനം ഓരോ ദിവസം രാത്രികാലങ്ങളിലും, വചനം ഓരോ പ്രഭാതത്തിലും നീ വായിക്കുക, ഹൃദയസ്ഥമാക്കുക. ആ വചനം നിന്നെ രക്ഷിക്കും. ആ വചനം നിന്നെ സുഖപ്പെടുത്തും. ആ വചനം നിന്നെ അനുഗ്രഹിക്കും. ആശ്വാസപ്രദമായ രാത്രി, പ്രതീക്ഷാ നിർഭരമായ പ്രഭാതം, സൽപ്രവർത്തികൾ നിറഞ്ഞ ദിവസം നൽകി നാം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും പരിമളവും പുതുവത്സരത്തിലേക്ക് കാലൂന്നി നിൽക്കുന്ന എല്ലാവർക്കും, ഇത് ഷെയർ ചെയ്യുന്ന ഓരോരുത്തർക്കും അനുഗ്രഹ പൂമഴ വർഷിക്കണമേ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.